പക്ഷേ നമുക്കൊരു ടൈം ഒരു ആവറേജ് എടുത്താൽ 3 വർഷം കൊണ്ടാണ് ഓഫ് പ്ലാൻ കംപ്ലീറ്റ് ആകും. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ്, അപ്പോൾ സപ്പോസ് നമ്മളൊരു 50% പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം അവസാനത്തെ 50% നമുക്ക് അവിടുത്തെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. 50 എന്നുള്ളത് 65% വരെ ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. അവിടെ നമുക്ക് നോൺ റെസിഡൻറ്റ് ഹോം ലോൺസ് കിട്ടും. ഓസ്ട്രേലിയയുടെ ഇൻകം വെച്ചുകൊണ്ട് തന്നെ അവിടുത്തെ നോൺ റെസിഡൻറ്റ് ലോണ്. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിൽസ് ജോസഫ്. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് മലയാളികൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് വളരെ നല്ലൊരു ലൈഫിന് വേണ്ടിയാണ്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ വീട് മേടിച്ചതിന് ശേഷം നമുക്ക് അതിന് വേണ്ട ആ മോർഗേജ് എങ്ങനെയും പെട്ടെന്ന് അടച്ചു തീർക്കണം. അതിനുശേഷം നല്ലൊരു ലൈഫ് നമ്മുടെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കുറച്ചും കൂടെ നേരത്തെ ഒന്ന് റിട്ടയർ ചെയ്യണം, ഏർലി റിട്ടയർമെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വന്നത് നമുക്ക് നാട്ടിൽ നല്ലൊരു ലൈഫില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് നാട്ടിൽ നല്ല ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഒന്നും കൂടെ മെച്ചപ്പെട്ട ഓസ്ട്രേലിയയിൽ വന്നിട്ട് നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടി കൂടെ വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഏകദേശം 70 വയസ്സ് വരെ നമ്മളിപ്പം ജോലി ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് റിട്ടയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ട പോം വഴികൾ, നമുക്ക് ഏർലി റിട്ടയർമെൻറ്റിന് വേണ്ട പോം വഴികൾ കൂടുതലായിട്ടും ആൾക്കാർ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് പേടിയാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ആരെ അപ്രോച്ച് ചെയ്യണം, ഒരു ലീഡ് നമുക്ക് കറക്റ്റായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോമോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം ദുബായിൽ ഒരുപാട് നാൾ ബിസിനസ് ചെയ്യുകയും അവിടെ ജോലി ചെയ്യുകയും റിയൽ എസ്റ്റേറ്റോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കാം, നമുക്ക് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്ന്. ജോമോ, നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഇപ്പോൾ ദുബായിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും. എങ്ങനെ അവിടെ ഒരു പ്രോപ്പർട്ടി മേടിക്കണം, ഒരു ആഗ്രഹമാണ് ഒരുപാട് ആൾക്കാർക്ക്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് ഗോൾഡൻ വിസ. കറക്റ്റ്. വലിയ സംഭവമായിട്ടാണ് കണ്ടത്. അതെ. ജോബൻ നാട്ടിലെ? ഞാൻ നാട്ടിലെ കണ്ണൂരാണ്. കണ്ണൂർ പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലം. പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കണ്ണൂർ തന്നെയായിരുന്നു. പിന്നെ പഠിച്ചതൊക്കെ മംഗലാപുരം, പിന്നെ കണ്ണൂർ ജോലി ചെയ്തു. പിന്നെ 2008 ഗൾഫിലേക്ക് പോയി. ഇപ്പോൾ 2008 മുതൽ ഇപ്പോഴും ഞാൻ ദുബായിൽ തന്നെയാണ്, കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. ഞാനവിടെ ഒരു 13 വർഷം ഒരു ബാങ്കിലായിരുന്നു. പിന്നെ റിയൽ എസ്റ്റേറ്റും കമ്പനി സെറ്റപ്പും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് പല രീതിയിൽ പ്രൈവറ്റ് കൺസൾട്ടേഷനൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പല പേര് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഫുൾ ടൈം ആയിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് പ്രൈവറ്റ് കൺസൾട്ടേഷനിലൂടെ നമ്മൾ കുറേ ആൾക്കാർക്ക് നല്ല ഡയറക്ഷൻസ് കൊടുത്തു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മുടെ ഒരു ജസ്റ്റ് എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. കുറച്ച് നമ്മൾ ലോക്കലായിട്ടുള്ള സംശയങ്ങൾ നമ്മൾ ജോമോൻ്റെ അടുത്ത് ചോദിക്കുന്നു. ജോമോൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് അല്ല. അദ്ദേഹത്തിന് പക്ഷേ ദുബായിൽ കണക്ഷൻസ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സുമായിട്ടും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഏജൻസുമായിട്ടും. ഇപ്പം നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും ദുബായിൽ വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ജോമോനുമായിട്ട് ബന്ധപ്പെടാം. അദ്ദേഹം അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ദുബായിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കായാലും ആഗ്രഹമുണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ദുബായിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. കാരണം നമ്മൾ ഓസ്ട്രേലിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ. ഇപ്പോൾ ഓസ്ട്രേലിയ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും ഒരു പക്ഷേ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ധാരണയുണ്ട്. അത് ശരിയാണോ? തീർച്ചയായിട്ടും അത് ശരിയാണ്. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ 4 വർഷമായിട്ട് ഉള്ള ആളാണ്. പക്ഷേ ഞാൻ ഓസ്ട്രേലിയൻ മാർക്കറ്റും ദുബായ് മാർക്കറ്റും ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പല ആൾക്കാരും ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, റെൻ്റൽ ഈൽഡ് നമ്മുടെ മേജർ സിറ്റീസിൽ നോക്കിയാൽ പോലും അത് വളരെ കുറച്ചായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പക്ഷേ ദുബായിൽ അത് കൂടുതലാണ്. രണ്ടാമത് പേഴ്സണൽ ഇൻകം ടാക്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് പേഴ്സണലായിട്ട് കിട്ടുന്ന ഇൻകം ടാക്സബിൾ അല്ല അവിടെ. പിന്നെ പ്രോപ്പർട്ടിയിലാണെങ്കിലും പോസ്റ്റ് കോവിഡിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
നമ്മൾ ഒരു വെൽത്ത് ക്രിയേഷൻ ആണ് നോക്കുന്നതെങ്കിൽ ദുബായ് ഒരു ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് എന്ന് പറയാം. നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സോറി കേട്ടോ, ഓസ്ട്രേലിയൻസ് ആയിട്ടുള്ള ആൾക്കാരും ന്യൂസിലൻഡൻ ആയിട്ടുള്ള ആൾക്കാരും ദുബായി പോയാണ് പൈസ ഉണ്ടാക്കിയത്, ദുബായി പോയാണ് പൈസ ഉണ്ടാക്കിയത്. അവരെല്ലാം തന്നെ റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. അതെ. ഇത് ടു ലേറ്റ് ആയോ അപ്പോൾ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദുബായിക്ക് എപ്പോഴും നമ്മൾ പുതുതായിട്ട് ദുബായിൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ഓരോ വർഷം നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണും. അതാണ് ദുബായിയുടെ ഒരു പ്രത്യേകത. എന്തിലും ആദ്യം നമ്പർ 1 ആകുക എന്നുള്ളതാണ് ദുബായിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ വേൾഡ് ഡേറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വെൽത്തിയസ്റ്റ് പീപ്പിൾ എല്ലാം അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്നും UK നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആൾക്കാർ അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ അകത്തൊരു ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വെൽത്ത് അക്യുമുലേഷൻ, പ്രൊട്ടക്ഷൻ, പിന്നെ ലീഗൽ ഹയേഴ്സ്, ഇതിലേക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ദുബായ് ഒരു മാർക്കറ്റാണ്. അപ്പം അതൊരു നല്ലൊരു ചോയ്സാണ്. ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിട്ടുള്ള മലയാളികൾക്ക് ദുബായിൽ വീട് മേടിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ സാധാരണ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുന്ന പോലെ തന്നെ അവിടെയും നമുക്ക് മേടിക്കാം. ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വളരെ ഷോർട്ടാണ്. അപ്പം അതിൽ നമ്മൾക്ക് പല രീതിയിലുള്ള പ്രോജക്ട്സ്, ഓഫ് പ്ലാൻസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്, ടൗൺ ഹൗസ്, വില്ലാസ്, ഇതൊക്കെ നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. തീരുമാനിക്കുന്നു നമുക്കിപ്പം അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വില്ല, അതല്ലെങ്കിൽ ഓഫ് ദ പ്ലാൻ, അത് റെഡി ആയിട്ടുള്ള പ്രോപ്പർട്ടി മേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ പൈസ എന്ത് മാത്രം വേണം? തീർച്ചയായിട്ടും. നമുക്ക് അവിടെ ലോൺ കിട്ടുമോ? തീർച്ചയായിട്ടും. അതൊരു നല്ലൊരു ചോദ്യമാണ്. എല്ലാവരും നമ്മളെ സാധാരണ ഒരു മീഡിയം ക്ലാസ് ആൾക്കാർക്ക് ഈ പെട്ടെന്നൊരു അപ്ഫ്രണ്ട് പേയ്മെൻറ്റ് കൊടുത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് ചിലപ്പം സ്വന്തമാക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് 24% ആണ് മിക്ക ബിൽഡേഴ്സും ഓഫ് പ്ലാൻ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അതാണ് അപ്ഫ്രണ്ട് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതും 10% തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 24% നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ 4% അവിടെ ഗവൺമെൻറ്റിൻ്റെ ചാർജാണ്, 20% ആണ് ഡെപ്പോസിറ്റ്സ് വരുന്നത്. അപ്പം നമുക്കൊരു എഗ്രിമെൻറ്റ് കിട്ടും. അതിനാണ് പറയുന്നത് ഒക്കൂത് എന്ന് പറയും. ആ ഡോക്യുമെൻറ്റ് ഒരു സെയിൽ എഗ്രിമെൻറ്റിന് ഈക്വലൻ്റ് ആണ്. അപ്പം അത്രയാണ് ആദ്യമായിട്ട് വേണ്ടത്. പിന്നെ പല ബിൽഡേഴ്സും പല പേയ്മെൻറ്റ് പ്ലാൻസുകൾ തരും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാൻസുകളാണ് തരുന്നത്. അപ്പം ഒരു ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വർഷം അല്ല 2.5 വർഷം 3 വർഷം 2 വർഷം കൊണ്ട് തീരുന്ന ബിൽഡേഴ്സും ഉണ്ട്. പക്ഷേ നമുക്കൊരു ഒരു ആവറേജ് എടുത്താൽ 3 വർഷം കൊണ്ടാണ് ഓഫ് പ്ലാൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ്, അപ്പോൾ സപ്പോസ് നമ്മളൊരു 50% പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ 50% നമുക്ക് അവിടുത്തെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. 50 എന്നുള്ളത് 65% വരെ ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. അവിടെ നമുക്ക് നോൺ റെസിഡൻറ്റ് ഹോം ലോൺസ് കിട്ടും. ഓസ്ട്രേലിയയുടെ ഇൻകം വെച്ചുകൊണ്ട് തന്നെ അവിടുത്തെ നോൺ റെസിഡൻറ്റ് ലോണ്. ഡോക്യുമെൻറ്റേഷനൊക്കെ ഭയങ്കര കൂടുതലാണ്. ഡോക്യുമെൻറ്റേഷനൊക്കെ അതിന് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മോർഗേജ് മോർഗേജ് ബ്രോക്കർ എന്ന് പറയുന്ന ബിഗർ പ്ലാറ്റ്ഫോംസ്, അതായത് ഏകദേശം 20-25 ബാങ്ക്സുമായിട്ട് ടൈപ്സ് ഉള്ള നമുക്ക് ഉള്ള മോർഗേജ് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവർ നോൺ റെസിഡൻറ്റ് ലോണിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ഷൻസ് ഉണ്ട്. നമുക്ക് ഡെഫിനറ്റ്ലി അവരെ അങ്ങോട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റേഷൻ നോക്കുമ്പോൾ നോർമൽ രീതിയിൽ വലിയൊരു ലെങ്തിയർ ഡോക്യുമെൻറ്റേഷൻ ഇല്ല. ബട്ട് ഓഫ് കോഴ്സ് ഓസ്ട്രേലിയൻ ഇൻകം സോഴ്സ് ഡെഫിനറ്റ്ലി അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ ദുബായിലേക്ക് കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അവിടെ പല ടൈപ്പ് ഉണ്ടല്ലോ. ഓഫ് ദ പ്ലാൻ ഉണ്ട്, റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, വില്ലാസ് ഉണ്ട്, അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ടൗൺ ഹൗസ്. ഇതിലേതാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്? നമ്മളവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. കാരണം അപ്പാർട്ട്മെൻറ്റ്സിൽ ആണ് നമുക്ക് റെൻ്റൽ ഇൻകം ഹൈ ആയിട്ടുണ്ടാകുക, ക്യാപിറ്റൽ അപ്രീസിയേഷനൊക്കെ ഉപരി. കാരണം നമ്മൾ എന്തായാലും ഇത് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ഥിര വരുമാനം അതിൽ നിന്ന് കിട്ടണം. അഥവാ നമുക്കവിടെ ലോൺ ഉണ്ടെങ്കിൽ ലോൺ അടച്ചു പോകണം. അതിൻ്റെ അകത്തൊരു സർപ്ലസ് ക്യാഷ് ഫ്ലോ നമുക്കുണ്ടാകും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ്, സ്റ്റുഡിയോ, 1 bedroom 2 bedroom നല്ല ലൊക്കേഷനിൽ നല്ല ബിൽഡർ എടുന്ന് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മളിവിടെ ദുബായിൽ അല്ല താമസിക്കുന്നത്, നമ്മൾ താമസിക്കുന്ന ഓസ്ട്രേലിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഓസ്ട്രേലിയ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. നമുക്ക് എങ്ങനെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? അതുപോലെ ബിൽഡർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? കറക്റ്റ്. അപ്പം നമ്മൾ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഓസ്ട്രേലിയയിൽ ചെയ്യുന്നത് പോലെ
നമ്മൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ന ഏരിയാസ് അടുത്ത 5 വർഷം കൊണ്ട് ബൂം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ദുബായിൽ പല പോക്കറ്റ്സുകളുണ്ട്, പല ഏരിയാസ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ കുറേ പ്രൊജക്ട്സുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അൽമക്തം എയർപോർട്ട് 2032 അത് കംപ്ലീഷൻ ആവും. അത് വലിയ ഒരു ബിഗ് സംഭവമായിട്ടാണ് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വന്നു കഴിയുമ്പം ഏകദേശം 150 മില്യണോളം ആൾക്കാർ ഒരു വർഷത്തിൽ അവിടെ ട്രാവൽ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പം അതെന്ന് പറയുന്നത് വേൾഡിലെ ചോദ്യം ചെയ്യാൻ പെടാത്ത രീതിയിലുള്ള ഒരു വലിയൊരു എയർപോർട്ട്. അപ്പോൾ ആ എയർപോർട്ടിൻ്റെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ദുബായ് സൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല അതിൻ്റെ അകത്ത് കുറേ നമ്മളിവിടെ സബേർബ് എന്ന് പറയുന്ന പോലെ കുറേ ഏരിയാസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 3-4 വർഷം കൊണ്ട് ഇതെന്ന് പറയുന്നത് ലോങ് ടൈം തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. ആ ലോങ് ടൈമിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുക. നമ്മളിപ്പം ഇവിടുന്ന് അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ബിൽഡറാണോ അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതല്ലെങ്കിൽ നമുക്ക് അവിടെ മേടിക്കാൻ പറ്റുന്ന ത്രൂ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് മാത്രമേ ഉള്ളൂ, അതോ ഡയറക്റ്റ് ബിൽഡറുമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഡെവലപ്പറുമായിട്ട്? അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദുബായിൽ ഏകദേശം 2000-ഓളം ഡെവലപ്പേഴ്സ് ഉണ്ട്, പുതുതായിട്ട് വന്നതും പഴയതുമായിട്ടുള്ള ഡെവലപ്പേഴ്സ്. നമ്മൾ ഡെവലപ്പേഴ്സിനെ സെലക്ട് ചെയ്യുമ്പം ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സൂക്ഷിക്കുക. അപ്പം നമ്മൾ റെഫറൽ പാർട്ട്ണർഷിപ്പിലാണെങ്കിലും നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതും ടോപ്പ് 5-ലുള്ള ഡെവലപ്പേഴ്സാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഡെവലപ്പേഴ്സിനെ ചൂസ് ചെയ്യുക, ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെ. അതൊക്കെ നമുക്ക് ഓപ്പൺ ഡേറ്റ അവൈലബിൾ ആണ്. കൂടുതൽ അഗ്രസീവായിട്ട് ചെയ്യുന്നതും സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഡെവലപ്പേഴ്സും ടോപ്പ് റേറ്റിലും ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ് നോക്കിയിട്ട് ബിൽഡറെ ചൂസ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ലോങ് ടൈം ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം ആയിരിക്കും, ചിലപ്പോൾ ഓഫ് പ്ലാനിലിട്ട് നമുക്ക് പൈസ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ പറ്റിയ ബിൽഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് പീരീഡിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്ന ബിൽഡേഴ്സ് ഉണ്ട്, ലോങ് പീരീഡിലുണ്ട്, പക്ഷേ ഭയങ്കര ട്രസ്റ്റാണ് ആ ബിൽഡർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കംപ്ലീറ്റ്ലി പേഴ്സണൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. നമ്മൾ ഓഫ് ദ പ്ലാൻ പ്രോപ്പർട്ടീസ് അവിടെ മേടിക്കുമ്പോൾ നമ്മൾ 20%-24% ഡിപ്പോസിറ്റ് ആണല്ലോ. ഈ പൈസ നമുക്ക് എന്തെങ്കിലും കാണും, പക്ഷേ റിസ്കി ആയിട്ടുള്ള ഡിപ്പോസിറ്റ് ആണോ? കാരണം ഇപ്പം എന്താ പറയുക, ഡെവലപ്പർ ഇഷ്ടം പോലെ ബാങ്ക്രപ്റ്റ് ആയി പോകാറുണ്ട്, ഓൾ ഓവർ ദ വേൾഡ് പോകാറുണ്ട്, ഓസ്ട്രേലിയയിൽ ഇഷ്ടം പോലെ പോകാറുണ്ട്, അതേപോലെ തന്നെ ദുബായിലും സംഭവിക്കാറുണ്ട് ഇല്ലേ? അപ്പോൾ ഈ പൈസ നമുക്ക് നഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് മറ്റുള്ള കൺട്രികളിൽ നിന്നും ദുബായ് വ്യത്യസ്തമാക്കുന്നത്. 2008 അവിടെ ഗ്ലോബൽ റിസഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു അൺറെഗുലേറ്റഡ് മാർക്കറ്റായിരുന്നു റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ദുബായ് ഗവൺമെൻറ് പുതിയ റെഗുലേഷൻസ് ഇറക്കി. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയാണ് എസ്ക്രോ അക്കൗണ്ട് നിലവിൽ വന്നത്. ഇപ്പോൾ ഈ എസ്ക്രോ അക്കൗണ്ട് വന്നതോടുകൂടി ഇതിൽ 3 പാർട്ടീസ് ഇൻവോൾവ് ആണ്. ഒന്ന് റിയൽ എസ്റ്റേറ്റ് ബിൽഡർ, 2 ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് എൻറ്റിറ്റി, 3 നമ്മൾ, അതായത് ബയർ. അപ്പോൾ ഈ 3 പേര് കൂടെ കൂടിയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ മോഡലാണ് ഈ എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 3 പേരുടെയും കൺസെൻറ്റ് ഇല്ലാണ്ട് അതിൽ ട്രാൻസാക്ഷൻ വരെ നടക്കുന്നത് നമുക്ക് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിൽഡർ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ കംപ്ലീറ്റ് പ്രൊജക്റ്റും അവരവിടെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടി. നമ്മളിപ്പോൾ 20% കൊടുക്കുന്നതെങ്കിൽ ആ കൺസ്ട്രക്ഷൻ സ്റ്റേജുകൾ മാത്രമേ ആ ഫണ്ട് റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ, അത് ബിൽഡ് ചെയ്തതിന് ശേഷം ഒരു പൈസ റിലീസ് ചെയ്യുള്ളൂ. ഓരോ സ്റ്റേജ്, ഇപ്പം നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ സ്റ്റേജാണ്. ഇപ്പോൾ ഒരു വലിയൊരു ബിഗ് ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ പല അപ്പാർട്ട്മെൻറ്റ് യൂണിറ്റ്സുകളുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന 20% പോലെ ഒരു 100 പേര് 20% കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതായിരിക്കും അവരുടെ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ. അത് പുറമെ ബിൽഡർ ദുബായിൽ ഈ എസ്ക്രോ അക്കൗണ്ടിൽ ഒരു മിനിമം ക്യാപിറ്റൽ വെച്ചാലാണ് അവർ ആ പ്രോജക്റ്റ് തന്നെ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പൈസ അങ്ങനെയാണ് സെക്യൂർഡ് ആകുന്നത്. അപ്പോൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേസ് ഈ കൺസ്ട്രക്ഷൻ ഡിലേ ആകുകയോ അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് സെനാരിയോ ബിൽഡർ ബാങ്ക്രപ്റ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ഒരിക്കലും ഫണ്ട് റിലീസ് ചെയ്യില്ല പ്രോജക്റ്റിൻ്റെ ഒരു സ്റ്റേജിനല്ലാണ്ട് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ പൈസ മുഴുവൻ നഷ്ടപ്പെടില്ല നമുക്ക്. തീർച്ചയായിട്ടും. നമ്മളിതിപ്പം അവിടെ മേടിക്കുമെന്ന് കൂട്ടി നമ്മളിപ്പോൾ തീരുമാനമെടുത്തു, വീട്ടിൽ ആലോചിച്ച് അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ കൂടി തീരുമാനമെടുത്തു. കാരണം നമ്മൾ ഒരു സാധാരണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഓസ്ട്രേലിയയിൽ താമസിച്ചു, ഓസ്ട്രേലിയയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ അതൊരു വലിയ ബിഗ് ഡിസിഷൻസ് ആണ്. നമ്മുടെ ടോട്ടൽ മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ ചേഞ്ച് ആക്കണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദുബായിൽ നിന്ന് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, വളരെ
ഗംഭീരമായിട്ടുള്ള രാജകീയമായിട്ടുള്ള സ്ഥലം തന്നെ. അതെ അതെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യുവാൻ താല്പര്യമാണ്. അതെ. പക്ഷെ നമുക്ക് ലീഗലായിട്ട് നമ്മളിത് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോയറിനെ അവിടെ ലോയറിനെ വെക്കണോ, അത് ഇവിടെ ലോയറിനെ വെക്കണോ, ഈ ലോയറിൻ്റെ ഫീസുകൾ, ഇതിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ പേരിൽ തന്നെയാണോ വരുന്നത്, അതോ നമ്മൾ കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്? അതൊരു നമ്മളിപ്പം ഒരു മലയാളി എന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എപ്പോഴും ഉണ്ട്. നമ്മളൊരു ഓസ്ട്രേലിയയിൽ നിൽക്കുന്നു, നമ്മൾ ഒരു വിദേശത്ത് ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. കേരളത്തിലാണ് നമുക്ക് കൺട്രോൾ കേരളത്തിലാണ് നമുക്ക് കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ ലീഗൽ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് UAE ബേസ്ഡ് ഉള്ള ലോയറെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടാക്സ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ലോയറുമായിട്ട് സംസാരിക്കാം. ഇതെല്ലാം ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ആണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഡീഡും ഇതെല്ലാം ഓപ്പൺ ഡേറ്റയിൽ അവൈലബിൾ ആണ്. അപ്പോൾ രജിസ്ട്രേഷൻ, അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ഡേറ്റ. അപ്പം ദുബായ് റെസ്റ്റ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം തൊട്ടടുത്ത ബിൽഡിംഗ്, ആ ഏരിയയിൽ യൂണിറ്റ്സ് എത്ര ബേസിക്കാണ് പോയത്, എത്ര ക്യാപിറ്റലൈസേഷൻ ഉണ്ടായി, അങ്ങനെയുള്ള പല ഡേറ്റാസും ഓപ്പൺ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ടാണ് പിന്നെ നമ്മൾക്ക് ഒരു സാധാരണ ആൾക്കാർക്കും വേണമെങ്കിൽ സെർച്ച് ചെയ്ത് പിന്നെ നമുക്കിത് ഇനി ഇൻഫർമേഷൻ കിട്ടാം. പക്ഷെ നമുക്ക് നല്ല യൂണിറ്റ് സെലക്ട് ചെയ്യുന്ന ഓഫ് കോഴ്സ് നമ്മളൊരു അവിടെ മാർക്കറ്റ് അറിയുന്ന, ലോക്കലി അറിയുന്ന 1-2 ആൾക്കാരോട് ചോദിക്കുന്നതും നല്ലതാണ്. ഡെഫിനറ്റ്ലി ലീഗൽ ഒപ്പീനിയൻ, ടാക്സ് കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ടാക്സ് കൺസൾട്ടൻറ്റുമായിട്ട് ചോദിക്കാം ഇവിടുന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് ATOയുടെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇതുപോലോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ടാക്സ് കൺസൾട്ടൻറ്റോട് ചോദിക്കുകയാണെങ്കിൽ ലീഗലി നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. പല മാർഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ പൈസ കൊണ്ടാണെന്നില്ല, ലോൺ അവൈലബിൾ ആണ്. പിന്നെ നമുക്കറിയത്തില്ല മലയാളികൾ അധികം ക്രിപ്റ്റോസൊക്കെ ഉപയോഗിക്കുന്നുണ്ടോന്ന്. ക്രിപ്റ്റോയിൽ വരെ പ്രോപ്പർട്ടി മേടിക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പം ദുബായ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട് ഒരിക്കൽ മേടിക്കുന്നു, വീട് മേടിച്ചതിന് ശേഷം ഈ സാധനം നമുക്ക് റൺ ചെയ്യണം, മാനേജ് ചെയ്യണം. നമുക്ക് ഓസ്ട്രേലിയയിൽ ഇരുന്ന് മാനേജ് ചെയ്യാത്ത എളുപ്പമല്ല. അവിടുത്തെ നമുക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി മാനേജറെ കിട്ടണം. നല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്ലംബിംഗ് പ്രശ്നം വന്നു, അതെ തീർച്ചയായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് വീട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പറഞ്ഞാൽ അവിടെ സംഭവം നമുക്ക് ഓടി ചെല്ലാനും തീർച്ചയായിട്ടും അതെങ്ങനെ മാനേജ് ചെയ്യും? അത് നമ്മൾ ഓസ്ട്രേലിയയിലുള്ളതുപോലെ തന്നെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനി. നമ്മളിപ്പോൾ സാധാരണ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡറുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് പ്ലാൻ കഴിയുന്ന സമയത്ത് തന്നെ അവർ ദേ വിൽ ഫെസിലിറ്റേറ്റ്. നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഹോളിഡേ ഹോംസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ Airbnb-യോ Booking.com-ഓ നമുക്കത് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് ടെനൻറ്റിനെ കണ്ടുപിടിക്കും. അതിന് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പോലത്തെ ഒരു ആനുവൽ റെൻറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ്, 6 to 7% അവർക്കത് പേ ചെയ്യണം. പക്ഷേ അവർ കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് മാനേജ് ചെയ്യും. കാരണം നമ്മൾക്ക് ടെനൻറ്റിൻ്റെ നമുക്ക് റെൻ്റൽ കിട്ടുന്നതും ഇതേപോലെയുള്ള മെയിൻ്റനൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ മാനേജ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒരു ടെനൻറ്റ് കയറിയിട്ട് അവർ നമുക്ക് റെൻറ്റ് തരുന്നില്ലെങ്കിലും എല്ലാം മാനേജ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ അത് ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ടി വന്നെങ്കിലും എല്ലാം ചെയ്തോളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിന് കോർട്ടുകളൊക്കെ ഉണ്ട്, പെട്ടെന്ന് തീരുമാനമാകും. നമുക്ക് ശരിക്ക് 2 രീതിയിലും നമ്മൾ നോക്കുമ്പം ഒരു ആൾ കയറി ഒഴിവായി പോകാത്ത സിറ്റുവേഷൻ ദുബായിൽ വളരെ റെയറാണ്. കാരണം അവിടുത്തെ ലോ ടൈറ്റാണ് ആ കാര്യത്തിൽ. അങ്ങനെ ഒരു ഭയങ്കരമായൊരു ഇതേപോലെയുള്ള റൈറ്റ്സ് കൊടുത്തിട്ട് ഉള്ള സംഭവം അവിടെ ഇല്ല. അപ്പോൾ ആരും അങ്ങനെ ചെയ്യാറ് ഇല്ല. നമ്മൾ പിന്നെ അവിടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്ത് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നു. പിന്നെ നമ്മളവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. കറക്റ്റ്. ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് നമ്മൾ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ATOയായിട്ട് നമ്മളത് അതിൻ്റെ നീക്കുപോക്കുകളെല്ലാം ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? അത് നിങ്ങൾ സാധാരണ നിങ്ങളിപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ടാക്സ് കൺസൾട്ടൻ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഇതേപോലെയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വേൾഡ് വൈഡ് ഇൻകം ഓസ്ട്രേലിയൻ നിയമപ്രകാരം ഡിക്ലെയർ ചെയ്യണം. അപ്പം പ്രോപ്പർട്ടിയിൽ നമ്മൾ ഓഫ് പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഫ് പ്ലാനിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു ഫണ്ട് അങ്ങോട്ട് പോകുന്നു. ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലാണ് നമുക്കൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓഫ് പ്ലാൻ നീഡ് ടു ബി കംപ്ലീറ്റഡ് ടു നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നതിനോ. അപ്പോൾ ആ ടൈം എന്തായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി. അത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സർട്ടൻ പീരീഡ് ഒരു 3 years കഴിയുമ്പോഴാണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ ഒരു ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ലോണാണ്, ദുബായിലെ ലോണ്. ഇപ്പോൾ ദുബായിലെ ലോണിനും അതിൻ്റെ ഇൻട്രസ്റ്റ് എലമെൻറ്റ് ഇവിടെ
നമ്മൾ ടാക്സിൽ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. കാരണം ദുബായ് ഒരു ടാക്സ് ഫ്രീ സ്ഥലമല്ലേ? അതെ. മുഴുവൻ പൈസയ്ക്ക് ടാക്സ് ഫ്രീ ആണോ അതോ ഇത് പ്രോഫിറ്റ് നമ്മളുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ടാക്സ് എന്തെങ്കിലും കൊടുക്കണോ? ഒന്നുമില്ല. പേഴ്സണൽ ഇൻകം ടാക്സ് 0 ആണ്. പേഴ്സണലി നിങ്ങൾക്ക് ഒരു പൈസ പോലും കൊടുക്കേണ്ട, നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയാലും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AED കറൻസി US ഡോളറുമായിട്ട് പെഗ്ഡ് ആണ്. അപ്പോൾ കറൻസി സ്റ്റേബിൾ ആണ്. അപ്പം നമ്മൾ ഒരു USD കറൻസി വെക്കുന്നതിന് ഈക്വലൻ്റ് ആണ് AED വെക്കുന്നത്. അപ്പോൾ AEDയിൽ പൈസ വെച്ചാലും USDയിൽ പൈസ വെച്ചാലും കറൻസി സ്ട്രോങ് ആണ്. അപ്പോൾ USD ഇരിക്കുന്നത് പോലെയാണ് നമുക്കൊരു ഫീൽ ആണ്. അപ്പോൾ പെഗ്ഡ് ആണ്. അത് വർഷങ്ങളായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്നേരം നമ്മളിവിടുത്തെ നമ്മുടെ ടാക്സ് ഏജൻറ്റുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് ATO ആയിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കാരണം നമുക്ക് റെൻറ്റിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മൾ ഇയർലി മാനേജ് ചെയ്യേണ്ടതാണ് പ്രോഫിറ്റബിൾ ആണെങ്കിൽ. അതല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടി നമ്മുടെ ഈ പ്രോപ്പർട്ടി വിറ്റ് കഴിയുമ്പോഴും റിയൽ എസ്റ്റേറ്റിലുള്ള പ്രോപ്പർട്ടി വിറ്റ് കഴിയുമ്പോഴും നമുക്ക് അത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമുക്കിവിടെ, അല്ലെങ്കിൽ ലോസിലാണെങ്കിലും നമുക്കിവിടെ ഓസ്ട്രേലിയയിൽ ഡിക്ലെയർ ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം ദുബായിൽ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ഓസ്ട്രേലിയ എങ്ങനെ ടാക്സ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. കാരണം അത് ഡബിൾ ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ATO അല്ലെങ്കിൽ ടാക്സ് ഏജന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. ജനറലി ഇതാണ്. അപ്പം ബേസിക്കലി ഇതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ഇല്ല എങ്കിൽ നമ്മൾ വി ഹാവ് ടു ബിക്കം എ നോൺ റെസിഡൻറ്റ്. അപ്പം ബേസിക്കലി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫ്യൂച്ചറിൽ ഇഫ് യു ആർ പ്ലാനിങ് ടു മൂവ് ടു ദുബായ് ടു സെറ്റിൽ ദെയർ, അങ്ങനെ ഒരു സ്ഥലത്ത് വി വിൽ ബിക്കം എ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ദുബായിൽ നമുക്ക് ഈ ഗോൾഡൻ വിസ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ, തീർച്ചയായിട്ടും വിരലിൽ എണ്ണാവുന്ന എന്താ പറയുന്ന ബിസിനസ്സുകാർക്ക്, ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാർക്ക് എടുത്തുകൊണ്ടിരുന്നത് ഗോൾഡൻ വിസ. ഇപ്പോൾ ഒരു സാധാരണക്കാരനായ ഇവിടെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഇവിടെ IT-യിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ ഇപ്പോൾ ദുബായിൽ പ്രോപ്പർട്ടി മേടിച്ച് ഗോൾഡൻ വിസ കിട്ടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അതായത് അത് ഞാൻ പറഞ്ഞത് എമൗണ്ടിൻ്റെ ബേസ് അനുസരിച്ചാണ്, നമ്മുടെ മേടിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂവിനനുസരിച്ചാണ്. 2 മില്യൺ ദിർഹംസ്, അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു $8 ലക്ഷം ഉള്ള രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ 2 മില്യൺ വർത്തുള്ള, ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഐ മീൻ നമുക്കൊരു അപ്പാർട്ട്മെൻ്റ് ആകാം, ടൗൺ ഹൗസ് ആകാം, വില്ല എന്തും ആകാം. ആ 2 മില്യൺ പ്രോപ്പർട്ടിയുടെ 24% കൊടുത്താൽ they are eligible for a golden visa. അപ്പോൾ അത്ര ഈസിയാണ്. നമ്മൾ മേടിക്കുന്ന പ്രോപ്പർട്ടി ലീസ്ഡ് ആണോ അതോ പെർമനൻ്റ്ലി നമുക്കാണുള്ളതാണോ? ഇത് പെർമനൻ്റ്ലി ആണ്. ഇത് പെർമനൻ്റ്ലി ഫ്രീ ഹോൾഡ് ഏരിയയിൽ 100% നമ്മുടെ പേരിൽ ടൈറ്റിൽ ഡീഡ് വരുന്ന പ്രോപ്പർട്ടീസാണ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പണ്ട് മിഡിൽ ഈസ്റ്റിനെ പറ്റി ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. എന്താണ് നമുക്ക് ഈ 99 years ലീസ് എന്നുള്ളത്. അപ്പം അത് ഇപ്പം ഫ്രീ ഹോൾഡ് ഏരിയയിൽ ഉള്ള പ്രോപ്പർട്ടീസാണ് ഓഫ് പ്ലാൻസ് വരിക മെജോറിറ്റി. അപ്പം നമുക്ക് വില്ലാസ് ആണെങ്കിലും എല്ലാം ഫ്രീ ഹോൾഡ് ഏരിയയിൽ നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുന്നത് 100% നമ്മുടെ പേരിൽ വിത്തൗട്ട് എനി ലീസ്. കാരണം നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഡൗട്ടുള്ളൊരു സംഭവമാണ് ഓസ്ട്രേലിയയിൽ നമ്മൾ താമസിച്ചുകൊണ്ട് നമ്മൾ ദുബായിൽ റിയൽ എസ്റ്റേറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദുബായ് പ്രോപ്പർട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി നമ്മുടെ പേരിലാണോ കിട്ടുന്നത് അതോ ലീസ്ഡ് ആണോ എന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് കിട്ടുന്ന UAE-യിൽ ഒരു നടക്കുകയുള്ള നടക്കും. അപ്പോൾ അത് ദുബായ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല കൂടുതലായിട്ട്. നിങ്ങൾക്ക് ലീഗലായിട്ട് അന്വേഷിക്കണം. തീർച്ചയായിട്ടും. അത് അങ്ങനെ ഒരു പുതിയ നിയമം വന്നത് പോസ്റ്റ് കോവിഡിന് ശേഷമാണ്. അങ്ങനെയാണ് ഫ്രീ ഹോൾഡ് വന്നതും ഏരിയാസ് വന്നതും നമ്മുടെ പേര് കംപ്ലീറ്റ് 100% ഇത് വന്നതും. പിന്നെ നമുക്ക് വില്ല് എഴുതി വെക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള ഓസ്ട്രേലിയയിലെ ഏത് രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണോ ആ രാജ്യത്തിൻ്റെ നിയമമായിരിക്കും ബാധകം അവിടെ. അതെ. അപ്പം ഞാനിപ്പം ഓസ്ട്രേലിയൻ പാസ്പോർട്ടിൽ UAE-യിൽ ഇൻവെസ്റ്റ് ചെയ്തു, ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തു, പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് ഇതിൻ്റെ ലീഗൽ ഹയർസും അതിന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് നമ്മുടെ ജനറേഷന് ഇത് കൈമാറലൊക്കെ വളരെ ഈസിയാണ്. കാരണം നമ്മുടെ ഏത് രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണ് ആ രാജ്യത്തിൻ്റെ നിയമമാണ് ബാധകം. ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടാണെങ്കിൽ ഇന്ത്യൻ നിയമം, ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണെങ്കിൽ ഓസ്ട്രേലിയൻ നിയമം. അങ്ങനെ വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങളിലെയാണ്. അല്ലല്ല. അത് തന്നെ എന്ന് പറയുന്നത് നമ്മൾ ഈ അതാണ് നമ്മൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ല. അതാണല്ലോ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പം നിയമങ്ങളും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് വില്ല് എഴുതി വെക്കാം. നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ഒരു ജനറേഷണൽ വെൽത്ത് വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതൊരു വളരെ വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നതും ഇവിടുത്തെ ഒരു ഫസ്റ്റ് ജനറേഷനാണ് നമ്മൾ. നമ്മുടെ ഉദ്ദേശങ്ങളെന്ന് വെച്ചാലും നമ്മൾ ജസ്റ്റ് വന്നു, അത് കഴിഞ്ഞ് ജനിച്ചു,
മരിച്ചു, ഒരു ട്രേസും ഇല്ലാതെ തീരുക എന്നുള്ളതല്ല നമ്മുടെ ഒരു അവസ്ഥ. നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നത് നമ്മളൊരു ഫാമിലി ലെഗസി ഉണ്ടാക്കാൻ വേണ്ടി കൂടെ തന്നെയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഓസ്ട്രേലിയ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ എമേർജിങ് ആയിട്ടുള്ള ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഐറ്റംസ് ഒന്നായിട്ട് പറയുന്നത് ദുബായിയാണ്. ഇപ്പോൾ ദുബായിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അത് നമ്മൾ ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ ഫാമിലിയെ ഒരു ലെഗസിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ മക്കളുടെ മക്കൾക്കോ ആ പൈസയും അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയും അവർ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണെങ്കിൽ, അതൊരു ഫ്രീ ഹോൾഡ് ആണെങ്കിൽ നമ്മുടെ ബില്ലിൽ എഴുതി വെച്ച് തീർച്ചയായിട്ടും അത് നമുക്ക് അല്ലേ അത് തീർച്ചയായിട്ടും അങ്ങനെ അതേപോലെ തന്നെ ചെയ്യും. പിന്നെ അതല്ല നമുക്കിപ്പോൾ ദുബായിൽ കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി അതെ, അത് നമ്മുടെ ഒരു സർവീസ് ഏരിയ ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓസ്ട്രേലിയയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ദുബായ് മാർക്കറ്റ് നല്ലൊരു മാർക്കറ്റാണ് ഇപ്പം ആൾക്കാർ കാണുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കമ്പനിയൊക്കെ ഫോം ചെയ്യാൻ വളരെ ഈസിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്യുമെൻറ്റേഷൻ ഈസി, വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രീ സോൺ ഏരിയാസ് ഉണ്ട്, മെയിൻലാൻഡ് ഏരിയാസ് ഉണ്ട്. അപ്പം ഈ ഫ്രീ സോൺ ഏരിയാസിലേക്ക് നമുക്ക് കമ്പനി ഫോം ചെയ്യാം. മെയിനായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ്, ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഫുൾ എഫക്റ്റീവായിട്ട് ഈ വർഷം അവസാനം അടുത്ത വർഷത്തേക്കാണ് വരുന്നത്. ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്, അത് മെയിൻലാൻഡ് കമ്പനീസിനാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിലും നമ്മൾ ഈ പറയുന്നത് വേൾഡിൽ നമ്മൾ ഒരു ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ വെറും 9% ഉള്ളൂ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലും ഒരു ലിമിറ്റുണ്ട്. 400,000 ദിർഹംസ് വരെ പ്രോഫിറ്റിന് ടാക്സ് ഇല്ല. അതിന് ശേഷമുള്ള എമൗണ്ടിനാണ് 9% കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് അവിടെ കമ്പനി തുടങ്ങുന്നു. ഈ കമ്പനി തുടങ്ങുന്നതുകൊണ്ട് രണ്ട് തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ചിലവർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി തുടങ്ങുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ ജെന്യുവൻ ബിസിനസ് നമുക്ക് ചെയ്യാം. കാരണം വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇപ്പം ടെക്നോളജി ആണെങ്കിലും ബാക്കിയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും UAE വളരെ അഡ്വാൻസ്ഡ് ആണ്. മറ്റുള്ള രാജ്യങ്ങൾ വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പം നമ്മൾ സിലിക്കൺ വാലിയിലുള്ള മിക്ക കമ്പനീസിൻ്റെയും സെക്കൻഡ് ഓഫീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുബായ് ആയിരിക്കും കാണും. അപ്പം പലരും ഹോൾഡിംഗ് കമ്പനീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും ടാക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട്. അങ്ങനെ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതും ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അവിടെ ബിസിനസ്സിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ആ പ്രോഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് പേഴ്സണൽ ഇൻകം ടാക്സ് അധികം ഇല്ലാത്തതുകൊണ്ട് പല രീതിയിലുള്ള മാർഗത്തിൽ നമുക്ക് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ നമുക്ക് നടക്കും. നമ്മൾ മെയിനായിട്ട് നമുക്കൊരു ജനറേഷണൽ വെൽത്ത്, നമ്മൾ വരുന്ന തലമുറക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ വെൽത്ത് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് വന്നു ജീവിച്ചു തിന്നു കുടിച്ചു അങ്ങനെ തീർന്നു പോകാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇവിടെ വരുന്ന നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഔട്ട് ഓഫ് ഫോക്കസ് ആകാതെ കണ്ടിന്യൂ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് വേണം നമുക്ക് ജീവിക്കാനായിട്ട്. ഇപ്പം ജോമോനെ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഇത് ദുബായുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആരൊക്കെങ്കിലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരാർക്കെങ്കിലും നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആർക്കെങ്കിലും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അവിടെ കമ്പനി ഫോം ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ ജോമോനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സർവീസ് നിങ്ങൾക്ക് സ്വീകരിക്കാം. നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ ഒരു കൺസൾട്ടൻസി പോലെ ചെറിയ രീതിയിലൊരു ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് dubainvest.com.au. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പം അതിൽ നമ്മൾ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെയാണ്. കുറേ ഇൻഡെപ്ത് കൺസൾട്ടേഷൻ നമ്മൾ ചെറിയൊരു നോമിനൽ ഫീല് പെയ്ഡ് കൺസൾട്ടേഷനാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൾക്കാർക്കായിട്ട് എന്തൊരു ഫ്രീ ഒരു 10-15 മിനിറ്റ് കൊടുക്കും? ഡെഫിനറ്റ്ലി കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ മലയാളികളാണ്. മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് സംശയമുള്ളത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതൊരു ഉപകാരപ്പെടും എന്നുള്ളതാണ്. നമ്മളൊരു എഡ്യൂക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ്. നമ്മൾ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറോ ആരുമല്ല. നമ്മുടെ നമ്മുടെ അവിടുത്തെ എക്സ്പീരിയൻസും രണ്ട് മാർക്കറ്റിൻ്റെ ഒരു താരതമ്യവും ഒക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ജോമൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനറുടെയും അതേപോലെ അക്കൗണ്ടൻ്റെയും അത് ലീഗൽ അഡ്വൈസിങ്ങും എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തിരിക്കണം. അത് അത്രയാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ദുബായിൽ നല്ലൊരു പ്രോപ്പർട്ടി മേടിച്ച് ഒരു അടിപൊളിയായിട്ട് ജീവിക്കാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.